ഓണമൊക്കെ അല്ലേ വരുന്നത്. ഓണമായിട്ട് നമുക്കൊരു പുതിയ വണ്ടി കിട്ടിയിരിക്കുകയാണ്. ഹോണ്ട എലിവേറ്റിന്റെ ഒരു അടിപൊളി 1.5 ലിറ്റർ CVT എഞ്ചിനുള്ള ഒരു ഓട്ടോമാറ്റിക് വണ്ടിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഈ വണ്ടിയുമായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ചെറിയൊരു ഓണം സെലിബ്രേഷന് വേണ്ടി പോവാണ്. ഒരു ഓണം മൂഡ് വീഡിയോ. നിങ്ങളിപ്പോ വിചാരിക്കുന്നുണ്ടാവും ഋഷി എവിടെയാണെന്നുള്ളത്. ഋഷി എവിടെ? എന്തോണാഘോഷം. ഋഷിക്കൂട്ടനില്ലെങ്കിൽ ഒരു രസമില്ല. ഋഷിക്കുട്ടനില്ല, പകരം ഇത്തവണ നമ്മുടെ ഇവിടെ ഋഷിക്കുട്ടൻ ഇപ്പൊ വരും. ഋഷിക്കുട്ടൻ സ്കൂളിലാണ്. സ്കൂളിൽ ചെന്നിട്ട് ഋഷിനെ പിക്ക് ചെയ്യണം. ഓണപരിപാടിയുടെ പ്രാക്ടീസിനായിട്ട് പോയിരിക്കുകയാണ് സ്കൂളിൽ. വലിയ പുള്ളിയാ, അതുകൊണ്ട് സ്കൂളിൽ പോകാണ്ടിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. സ്കൂളിൽ പോയി. അപ്പോൾ ഋഷിക്കുട്ടൻ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യും. ഇത്തവണ നമ്മളുടെ കൂടെ ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ അഭിക്കുട്ടനില്ല. അഭിക്കുട്ടൻ യാത്രയിലാണ്, കശ്മീരിലാണ്. അതുകൊണ്ട് അഭിയില്ല. അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ പ്രശസ്തമായിട്ടുള്ള പാലാരിവട്ടം പാലത്തിന്റെ താഴെയുള്ള ബ്ലോക്കിലാണ്. വലിയ പാലം, ഫ്ലൈ ഓവർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ താഴെ ഇങ്ങനെ ബ്ലോക്കിൽ കിടന്ന് പോകാനാണ് ഞങ്ങളുടെ പാലാരിവട്ടംകാരുടെ വിധി എന്ന് പറയുന്നത്. സോ അതിന്റെ താഴെയുള്ള ബ്ലോക്കിലൂടെ വളരെ സൂക്ഷ്മമായിട്ട് മന്ദഗതിയിൽ ഞാൻ നമ്മുടെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഭയങ്കര സ്മൂത്ത് ആട്ടോ ഓടിക്കാനായിട്ട്, അല്ലേ? കുത്തിക്കെത്തിക്കൊണ്ടൊക്കെ പോടി ഇങ്ങനെ കേട്ടില്ലേ? ഋഷിക്ക് മനസ്സിലായില്ല വണ്ടി ഏതാണെന്ന്. വണ്ടി വേറെ അല്ലേ, അവളെ നിൽപ്പുണ്ട്. ദേ വരുന്നത്. കണ്ട് ദേ വരുന്നത്. ചേതൻ ഋഷിനെ വിളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞിട്ട് വരുവാ. നോക്കി നിൽക്കും അവൻ എന്തോ പരിപാടിയെന്ന് അറിയാൻ വേണ്ടി. ദേ വരുന്നത്. നാടകമാണോ ഋഷി? സ്കിറ്റാണോ? എന്താ സംഭവം? എന്താ ഋഷി, സ്കിറ്റാണോ? ഞങ്ങള് ട്രെയിൻ കണ്ടു ഋഷി. ഞങ്ങള് വരുമ്പോ ട്രെയിൻ ഉണ്ടായിരുന്നു അവിടെ, അറിയോ? റെഡ് ട്രെയിൻ ഉണ്ടായിരുന്നു അവിടെ കേട്ടോ. അമ്മ വെച്ചത് കഴിച്ചായിരുന്നോ? റെഡ് ട്രെയിൻ കണ്ടോ? അങ്ങനെ ഋഷി ഹാപ്പി. ഋഷിക്ക് ഇനി ഫുഡ് കിട്ടിയില്ലേ വേണ്ട, ഋഷിയുടെ വയറ് നിറഞ്ഞു ഗൈസ്. ട്രെയിൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് എന്തും മാറും. ഞങ്ങൾ എന്തും എന്തും ചെയ്യും. ഹാപ്പിയാണ് ഗൈസ്, ഹാപ്പി. ഇതിന്റെ ഒരു ഫീച്ചർ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുമ്പോഴത്തേക്കിനും ഇവിടെ ഉണ്ടല്ലേ ക്യാമറ ഓൺ ആവും. നമുക്കപ്പോ ലെഫ്റ്റിൽ ഇവിടെ വരുന്ന വണ്ടികളൊക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും. ഞങ്ങളിപ്പോ തൃപ്പൂണിത്തുറയിലാണുള്ളത്. ഓണം സെലിബ്രേറ്റ് ചെയ്യാനല്ലേ നമ്മൾ പോകുന്നത്. അപ്പൊ ഓണത്തപ്പനെ വാങ്ങല്ലേ നമുക്ക്. തൃപ്പൂണിത്തുറയില് കടയിൽ നിന്ന് ഓണത്തപ്പൻ വാങ്ങണം. ഹോണ്ട എലിവേറ്റ് പോരെ? ഇതിന്റെ വണ്ടിയുടെ ജാതകം, പേര് എല്ലാം അറിയണം. ഇതിപ്പോ അപ്പാടെ വണ്ടിയാ. ഇഷ്ടപ്പെട്ടോ ഈ വണ്ടി? ട്രാഫിക്കാ, പതുക്കെ പോകാൻ പറ്റുള്ളൂ. ഓണത്തിന്റെ ട്രാഫിക്കാ റോഡിൽ മൊത്തം. ഇവിടെ പതുക്കെ പോകുള്ളൂ അപ്പാട്ടാ. തണ്ണീർമുക്കായില്ല. അങ്ങനെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലെ തണ്ണീർമുക്കം സ്ഥലത്താണ്. അവിടെ കായലിന് സമീപത്തുള്ള ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ള ഒരു വീടുണ്ട്. ആ വീട്ടിലാണ് നമ്മൾ ഇത്തവണ എന്ത് ചെയ്യാൻ പോകുന്നത്? ഓണപ്പൂക്കളം ഇടാൻ പോകുന്നത് അല്ലേ? ഓണപ്പൂക്കളം ഇടാൻ പോകുന്നത്. സോ കമോൺ. ചേട്ടന്റെ പേര് കുരുവിള അല്ലേ? ജക്കൂസിൽ ഇറങ്ങണോ? ജക്കൂസി ഒക്കെ ഉണ്ടെന്നാ പറയുന്നത്. സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങണോ ഋഷിക്ക്? പൂളുണ്ട് കേട്ടോ. കുരുവിള ചേട്ടനാണ് ഇവിടുത്തെ ഓൾ ഇൻ ഓൾ. കുരുവിള ചേട്ടനും ഫാമിലിയൊക്കെ ആയിട്ട് ഇവിടെ പുറകിൽ തന്നെയാണ് താമസിക്കുന്നത് അല്ലേ? അതെ. ചേട്ടനാണ് ഭക്ഷണം എല്ലാം ഉണ്ടാക്കി തരുന്നത് നമുക്ക്. ചേട്ടന്റെ വൈഫ്. ചേട്ടൻ ഉണ്ടാക്കത്തില്ല, ചേട്ടന്റെ വൈഫാണ് ഉണ്ടാക്കുന്നത്. ഇതിനകത്ത് ഭയങ്കര സ്പേസ് ഉണ്ട് കേട്ടോ അല്ലേ? നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് സിജു ഷോത്തിന്റെ ഒരു ഹിബിസ്കസ് വില്ല എന്ന് പറയുന്ന ഒരു വില്ലയാണ്. ബേസിക്കലി ഇതൊരു പ്രൈവറ്റ് വില്ലയാണ്, പ്രൈവറ്റ് പൂൾ വില്ലയാണ്. ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മൾ മാത്രമായിട്ട് ഇവിടെ ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നല്ലൊരു കിഡിലൻ വേമ്പനാട് കായലിന് സമീപത്തുള്ള ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു ഫിഷിനെ കാണിക്കാൻ കേട്ടോ. ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു ഫിഷ് പോണ്ട് ഉണ്ട്. ഇവിടെ എന്ത് ഫിഷാ ഋഷി? അത് ഓറഞ്ച് കളറിലെ ഫിഷും ബ്ലാക്ക് കളിലെ ഫിഷൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. നമുക്ക് പൂള് കാണിക്കണ്ടേ? എവിടെ പൂള്? വാവ്,
ഇവിടെ നമുക്ക് വന്നു കഴിയുമ്പോഴത്തേക്കിനും നമുക്കിവിടെ ആ ഒരു കായലിൻ്റെ സമീപത്തായിട്ടുള്ള ഒരു ഇൻഫിനിറ്റി പൂൾ പോലെയുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. സ്വിമ്മിംഗ് പൂളാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ മുമ്പിലായിട്ട് നമുക്കിവിടെ ഒരു ആമ്പൽക്കുളം ഉണ്ട്. ആ ആമ്പൽക്കുളവും ഇവിടുത്തെ ഒരു പ്രധാന ഹൈലൈറ്റ് തന്നെയാണ് ശരിക്കും. അല്ല, അതിനകത്ത് കുറച്ച് ആമ്പലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ മുമ്പിൽ ചൈനീസ് ഫിഷിംഗ് നെറ്റുകൾ കാണാം. പിന്നെ തലങ്ങും വിലങ്ങും അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹൗസ് ബോട്ടുകൾ പോകുന്നത് കാണാം. അങ്ങ് ദൂരെ നമുക്ക് അവിടെ ഒരു ഐലൻഡ് കാണാം. ആ ഐലൻഡാണ് പാതിരാമണൽ ഐലൻഡ്. ആൾത്താമസമില്ലാത്ത ആലപ്പുഴ ജില്ലയിലെ ഒരു ഐലൻഡാണ് പാതിരാമണൽ ഐലൻഡ് എന്ന് പറയുന്നത്. ശരിക്കും ഒരു ബേസിക്കലി ഒരു കാടാണ് എന്ന് തന്നെ പറയണം. ആലപ്പുഴ ജില്ലയിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കീഴിലുള്ള ഏക സ്ഥലം എന്ന് പറയുന്നത് ഈ പാതിരാമണൽ ഐലൻഡാണ്. ഋഷിക്ക് എന്താ ചെയ്യേണ്ട? ഫസ്റ്റ് എന്താ ചെയ്യണ്ടേ പറ. പൂളിൽ ഇറങ്ങുന്നതിന് മുമ്പ് നമുക്ക് റൂം ടൂർ ചെയ്തിട്ട് വന്നാലോ? എന്നാ വാ, റൂം ടൂർ ചെയ്തിട്ട് വരാം. എന്നിട്ട് നമുക്ക് പൂളിൽ ഇറങ്ങാം. നീ പൂളിൽ ഇറങ്ങുന്നുണ്ടോ? അപ്പോൾ നമ്മൾ കയറി വരുമ്പോഴത്തേക്കിനും ഇതാണ് നമ്മുടെ ലിവിംഗ് റൂം എന്ന് പറയുന്നത്. ലിവിംഗ് റൂമിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. എനിക്ക് ഇവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ല. അടിപൊളിയാണ്, ഇത് ഭംഗിയല്ലേ. ഇവിടെ നിങ്ങൾ നോക്കുമ്പോഴത്തേക്കിനും ഇവിടെയുള്ള അവിടെ കുട്ടിക്കൊണ്ടിരിപ്പുണ്ട്. മറ്റേ പണ്ട് ഈ പ്രിൻസിപ്പലിന്റെ ടേബിളിലുള്ള സാധനമില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓഫീസിലൊക്കെ ഉണ്ടാകുന്ന സാധനമില്ലേ, അതാണ് ബേസിക്കലി. ഇത് എന്താണെന്നറിയാവോ? ഇത് കോളിംഗ് ബെല്ലാണ്. അറിയോ? ഇത് നമ്മൾ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ വിളിക്കണം എന്നുണ്ടെങ്കിൽ ഈ ബെല്ല് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ അവർ വരും. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ടീ, ഡിന്നർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യു വിൽ ഗെറ്റ് എവറിത്തിങ് ഹിയർ പ്രിപ്പയർഡ് ബൈ കുരുവിള ചേട്ടൻസ് വൈഫ്. അപ്പോൾ ഇവിടെ നമുക്കിതൊരു ലിവിംഗ് ഏരിയ ആണ് ഈ കാണുന്നത്. ഈ ലിവിംഗ് ഏരിയയിൽ നമുക്കിവിടെ ഒരു ഡൈനിങ് ടേബിൾ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു കിച്ചൺ സ്പേസ് പോലെയൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ദാറ്റ്. പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്കിനും ഇവിടെ നമുക്ക് താഴെ ഒരു ബെഡ്റൂം ഉണ്ട്. പിന്നെ മുകളിൽ എത്ര ബെഡ്റൂം ഉണ്ട്? ചേട്ടാ 2 എണ്ണം അല്ലേ? 2 ബെഡ്റൂം ഉണ്ട്. മൊത്തം 3 ബെഡ്റൂംസ് ഉണ്ട്. താഴത്തെ ബെഡ്റൂം ആണ് ഇത്. ഓ വാവ്, അടിപൊളിയാണല്ലോ. എന്താണ് വിട്ടാസ്? ജക്കൂസി കാണിച്ചു. ഇവിടെ ജക്കൂസി ഉള്ളത്? അവൻ കുറെ നേരം പറഞ്ഞല്ലോ ജക്കൂസി ഉണ്ട്, ജക്കൂസി ഉണ്ട്. എവിടെ എവിടെ ജക്കൂസി? ഇവിടെ ജക്കൂസി ഇല്ലല്ലോ. അത് ജക്കൂസി അല്ല, അത് ബാത്ത് ടബാണ് കേട്ടോ. അത് ജക്കൂസി അല്ല കേട്ടോ. വാവ്, ഇവിടെ ഋഷിക്ക് ഓപ്പൺ ഏരിയയിൽ നിന്ന് കുളിക്കണം എന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി വിശാലമായിട്ടുള്ള ഒരു ബാത്റൂം. അത് ഇഷ്ടപ്പെട്ടു. ഇവിടെ താഴെ നമുക്ക് ട്വിൻ ബെഡ് ആണ്. പിന്നെ മുകളിൽ എങ്ങനെയാണ് സെറ്റപ്പ് എന്ന് എനിക്ക് അറിയത്തില്ല. വാവ്, ദിസ് ഈസ് നൈസ്. ഇത് കണ്ടോ, പഴയ ഡ്രസ്സിംഗ് ടേബിൾ പോലത്തെ ആ ഒരു സെറ്റപ്പ്. ഇവിടെ നമുക്ക് റൂമിൽ നിന്ന് നോക്കിയാലും നമുക്ക് ഈ ഒരു സ്വിമ്മിംഗ് പൂളും അതേപോലെ തന്നെ ആ ഒരു വേമ്പനാട് കായലിന്റെ ഒരു കിഡിലൻ വ്യൂ ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. പൂളിൽ ഇറങ്ങാൻ പറ്റും. നമുക്ക് മേളിലൊക്കെ പോയി റൂമൊക്കെ കണ്ടിട്ട് വന്നിട്ട് വിൽ സ്റ്റെപ്പ് ഇൻ ടു പൂൾ. പൂളുണ്ടല്ലോ, ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ ഋഷിക്ക് പൂളിലാകാനായിട്ട്. ഇവിടെ നമുക്ക് ഒരു ചെറിയൊരു വർക്ക് സ്പേസ് ഉണ്ട്. ഇവിടെ യു ക്യാൻ ഇരുന്ന് സിറ്റ് ആൻഡ് വർക്ക്. അവിടെ പുറകില് അവിടെ കേട്ടോ കുരുളച്ചേട്ടൻ താമസിക്കുന്ന വീട്. ഇതിന്റെ ബാക്കിൽ ഒരു ചെറിയൊരു ഔട്ട് ഹൗസ് കണ്ടോ, അവിടെയാണ് അവര് താമസിക്കുന്നത്. പിന്നെ ഇവിടെ ഫ്രണ്ടില് വിത്ത് ഒരു കിഡിലൻ ഒരു ബാൽക്കണിയിൽ വേണമെന്നുണ്ടെങ്കിലും യു ക്യാൻ സിറ്റ്. പിന്നെ ഇവിടെ എന്നാ പരിപാടി? 4 മണി ആയില്ലേ? ചായ കുടിക്കാൻ സമയമായില്ലേ? പരവേശം എടുക്കുന്നില്ലേ? അമ്മ എന്താണ് ചായയുടെ കാര്യം പറയുന്നത്? ഞാനിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പം പിന്നെ രാവിലെ തൊട്ട് രാത്രി വരെ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളു. എന്താണ് കണ്ണ് കംപ്ലൈന്റ് ആവും ഫോണിൽ കുത്തിക്കൊണ്ടിരുന്നാലേ? കൊള്ളാലോ. ഇവിടെ നിന്നുള്ള വ്യൂ നല്ല അടിപൊളി കേട്ടോ. ശരിക്കും ഒരു മഴയും കൂടെ പെയ്യുവാണെങ്കിൽ ഗ്ലാസ് ആവും, കളറാവും. നമ്മൾ എവിടെയാണ് പൂക്കൾ ഇടുക? അതാണ് ഞാനിപ്പോ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കുരുളച്ചേട്ടാ, ഞങ്ങക്ക് പൂക്കൾ ഇടാൻ പറ്റിയ സ്ഥലം എവിടെയാ? നമുക്ക് അവിടെയാണ് നമ്മൾ പൂക്കളം പ്ലാൻ ചെയ്യുന്നത്. സദ്യ നമുക്ക് അവിടെ പുറത്തിരുന്ന് കഴിക്കാം. അവിടെ പുറത്ത് ഒരു ഔട്ട്ഡോർ എന്താ പറയാ ഡൈനിങ് സ്പേസ് ഉണ്ട്. അവിടെ നമുക്ക് സദ്യ കഴിക്കാം. പിന്നെ ഇവിടെ മുകളിൽ തന്നെ ഇവിടെ ഒരു ചെറിയൊരു മിനി ലൈബ്രറി സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അവിടെ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കേട്ടോ ഇരിക്കാനായിട്ട്. ഇത് മുകളിലത്തെ മുറി. വാ, ഇത് കൊള്ളാലോ, അടിപൊളിയാണല്ലോ, നൈസ്. ഇത് എല്ലാ മുറിയിൽ നിന്നും നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു പൂളിന്റെയും അതേപോലെ തന്നെ വേമ്പനാട് കായലിന്റെയും ഒരു കിഡിലൻ വ്യൂ കിട്ടുന്നുണ്ട്. ഇത് മേളത്തെ റൂമിന്റെ ടോയ്ലറ്റ് ആണ്. ഇവിടെ ഔട്ട്ഡോർ സ്പേസ് ഒന്നുമില്ല, പക്ഷെ സെയിം നല്ല അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ, നല്ല വലിയ കിടക്കാച്ചി ടോയ്ലറ്റ്. റൂംസ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല അടിപൊളി സെറ്റപ്പാണ്. ശരിക്കും ഇവിടെയൊക്കെ വന്നിട്ട് ഒരു 2-3 ദിവസം നിന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു പ്യോർ വില്ലേജ് എസൻസ് ഒക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടുത്തെ ചെടികളൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വേറെ ഒരു റൂമും കൂടെ ഉണ്ട്. ഇവിടെ ഇതാണ് അടുത്ത മുറി. ഈ റൂമിൽ വന്നാലും ഈ പറഞ്ഞ പോലെ തന്നെ നല്ല മനോഹരമായിട്ടുള്ള അടിപൊളി കിഡിലൻ എന്താ പറയുക വ്യൂ ഫ്രം ദ ബാൽക്കണി. ദാറ്റ് ഈസ് ദ സെയിം വ്യൂ. ഏത് റൂം ഇരുന്നാലും എവിടെ നിന്നാലും ഈ വീടിന്റെ ഏത് ഭാഗത്ത് നിന്നാലും നമുക്കിവിടെ കാണുന്ന വ്യൂ എന്ന് പറയുന്നത് ഇതായിരിക്കും. പകൽ മൊത്തം ഹൗസ് ബോട്ടുകൾ കാണാൻ സാധിക്കും. വൈകിട്ടാകുമ്പോൾ എന്താ കാഴ്ച എന്നുള്ളത് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ. വി ഹാവ് ടു വെയിറ്റ് ആൻഡ് സീ. കൊള്ളാട്ടോ. നമ്മൾ ഏത് റൂം എടുക്കുന്നത്? ഇതാണോ താഴത്തെ ആണോ? താഴത്തെ നമുക്ക് അപ്പനും അമ്മയ്ക്കും കൊടുക്കാം അല്ലേ? വെൽക്കം ഹിയർ.
രണ്ടുപേരും കൂടെ സല്ലപിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടോ ഗൈസ്, നോക്കൂ. ഓ, അവർക്ക് കൂട്ടിന് കമ്പനിയായിട്ട് കുരുവിള ചേട്ടനെ കിട്ടിയിട്ടുണ്ട്. ഓ, 3 പേരും കൂടെ എന്തോ കാര്യമായിട്ടുള്ള കൂലങ്കുശമായ ചർച്ചകളിലാണ്. ഋഷി ഇപ്പൊ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാനായിട്ടെന്ന് പറഞ്ഞുകൊണ്ട് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. സോ വി വിൽ ഹാവ് സം പൂൾ ടൈം നൗ. അപ്പാ വരണ്ട, ഋഷി തന്നെ ഇറങ്ങോ? പിന്നെ ഋഷി എപ്പോഴാ സ്വിമ്മിംഗ് പഠിക്കുന്ന? ഋഷി സ്വിമ്മിംഗ് പഠിച്ച ഋഷിക്ക് തന്നെ ഇറങ്ങാലോ. പഠിക്കണ്ടേ? ആ, പഠിക്കണ്ട. ബോട്ട് പോകുന്നോ? ഒരു പേടിയില്ല. നോക്കിയേ, ഇപ്പൊ അവിടെ കിടന്നതേ വെള്ളത്തിൽ കളിച്ചോണ്ടിരിക്കുന്ന കേട്ടോ. നോക്കിയേ. അപ്പൊ ആൾസോ കമ്മിങ്. ഹൈഫൈ ഹൈഫൈ താ അപ്പായിക്ക് ഇല്ലേ? ഹൈഫൈ താ ഹൈഫൈ. വേറെ ഇറങ്ങി ഞാൻ എടുക്കത്തൊന്നുമില്ല. നിനക്ക് ഇറക്കി തണുപ്പുണ്ടല്ലോ. കളിക്കാനുള്ള ബോൾ അന്ന് ഞാൻ വരുന്നോ? ഇത് കണ്ടോ? ഇത് ബേബി സീറ്റ് പോലത്തെ സാധനമാണ്. ഇത് നോക്ക, ഇത് കണ്ടോ? ഇതിനകത്ത് ഇരിക്കാം. ഇല്ല, പേടിക്കണ്ട. അയ്യോ, ഓക്കെ. എന്തിനാ പേടിക്കണ്ട? നോ, അയ്യോ, ഓക്കെ. ചാരി ഇരിക്കും. ഇങ്ങനെ ചാരി കടയിലോട്ടെ. ഇത് അടിപൊളിയാണല്ലോ. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പ ഇത് വാങ്ങിച്ചു തരാം. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടില്ലല്ലേ? എന്നാ വാങ്ങിച്ചു തരുന്നില്ല. ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുകയും ചെയ്യും, എന്നിട്ട് പുഷ് ചെയ്യാൻ പറയുകയും ചെയ്യും. Rishi is the one who is enjoying a lot here. Okay. ബോൾ എറിഞ്ഞ് കളിക്കുക, പൂളിൽ ചാടുക, ഇതൊക്കെ തന്നെയാണ് പരിപാടി. വെള്ളമൊന്നും ഇപ്പോൾ ഒരു പേടിയില്ല ആശാന്. എനിക്ക് നോക്കുന്നു. എൻ്റെ ഫുൾ ടൈം കഴിഞ്ഞു. ചായ കൊണ്ടുവരും. ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ തോണിയിൽ ചെറിയൊരു ഈവനിങ് റൈഡ് പോകും. ചായക്കാർക്ക് ചായ കിട്ടിയിരിക്കുകയാണ്. അമ്മയാണെങ്കിൽ 4 മണിയാണ്. 4 മണി എന്ന് പറഞ്ഞ സമയത്ത് ചായ കിട്ടിയില്ലെങ്കിൽ പിന്നെ അമ്മയ്ക്ക് 5 മണിയാക്കിയോ? ഋഷിക്ക് പഴംപൊരി വേണോ? എന്നാ കഴിച്ചോ. ചായ വിത്ത് പഴംപൊരി. Did you like the പഴംപൊരി? ഇഷ്ടപ്പെട്ടോ പഴംപൊരി? എന്നാ വളർത്തിപ്പാം. ഓടി വാ. കമോൺ ഗൈസ്. അങ്ങനെ നമ്മൾ ആ ഒരു ആമ്പൽക്കുളത്തിന് സൈഡിലൂടെ ഇറങ്ങി നമ്മൾ വേമ്പനാട് കായലിൽ ഒരു ചെറിയ ഒരു വള്ളം യാത്ര പോവാണ്. എവിടെയാ പോന്നെ? വള്ളം. ഓടരുത്, പതുക്കെ വീഴും. ഒരു പേടിയില്ല കേട്ടോ. ആമ്പലൊക്കെ ഉണ്ട് കേട്ടോ. ചാടരുത്. നമുക്ക് പോകാനായിട്ട് 2 വള്ളമുണ്ട് ഇവിടെ. 2 ചേട്ടന്മാരുണ്ട്. 2 വള്ളത്തിലായിട്ടാണ് നമ്മൾ പോകുന്നത്. പേടിക്കണ്ട. ടാറ്റാ, പോക്കോ കേട്ടോ. പോയിട്ട് കേട്ടോ. അമ്മ പണ്ട ആറന്മുള വള്ളം ഓർമ്മയുണ്ടോ? ചേതൊക്കെ അറിയോ ചേതാ? പണ്ട് ഇവര് ആറന്മുള വള്ളംകളി കാണാൻ പോയപ്പോഴേ ഞാൻ അമ്മയുടെ മടിയില്ല അവിടെ വള്ളത്തിൽ പോയിട്ട് വള്ളം അടുക്കാറായപ്പോഴത്തേക്കിനും ആരാണ്ടൊക്കെ ഞാൻ 1 വയസ്സ് ആരാണ്ടൊക്കെ ചാടി ഇറങ്ങിയിട്ട് വള്ളം പറഞ്ഞു ഞങ്ങളെല്ലാം കൂടെ വെള്ളത്തിൽ പോയിരുന്നു. ഞാനടക്കം. അമ്മ എന്റെ കയ്യില്ല. ഞാൻ അമ്മയുടെ കയ്യില്ല. അപ്പൊ ആറന്മുള റീക്രിയേറ്റ് ചെയ്യണോ? അപ്പ മറിച്ചിടപ്പാ. മറിച്ചിട്. ചേട്ടന്റെ പേരെന്നാ? എന്റെ പേര് ശശി. ശശി ചേട്ടൻ. ചേട്ടന്റെ പേരെന്നാ? എന്റെ പേര് പ്രകാശൻ. ഓണമൊക്കെ ആയിട്ട് എന്നാ പരിപാടി ചേട്ടാ? ഞാൻ കക്ക വരാൻ പോവാ. വെള്ളക്കക്ക. ആണോ? എവിടെ കക്ക വരാൻ പോന്നേ? ഇവിടെ കിട്ടുമോ കക്ക? ശരി ചേട്ടാ. നമുക്ക് പൂക്കള് സോഴ്സ് ചെയ്യണം. നമുക്ക് പൂക്കള് കുറച്ച് വാങ്ങേണ്ടി വരും. നമുക്ക് അടുത്ത് എവിടെയെങ്കിലൊക്കെ പോകണമെങ്കിൽ നമ്മൾ ഉണ്ടെങ്കിൽ പോയിട്ട് നമുക്ക് രാവിലെ പൂക്കൾ പറിക്കണം അല്ലേ? പണ്ട് നമ്മള് പൂ പറിച്ചോണ്ടിരിക്കത്തില്ല, പൂ പറിക്കത്തില്ലായിരുന്നു. വെള്ളത്തിൽ വിട്ടിട്ടെ എറിയട്ടെ, അങ്ങോട്ട് വിടട്ടെ. ഇതിനകത്ത് കരിമീനുണ്ടാവും. പോയി കഴിച്ചിട്ട് വാ. ഇതൊരു വീടാണെന്ന് തോന്നുന്നു കേട്ടോ. നോക്കി എന്തോ രസമുള്ള സ്ഥലം നോക്കി. ഇവിടെ എന്തോ ഓണപരിപാടിയൊക്കെ നടക്കുകയാണ്. അവിടെ ഗംഭീര പരിപാടികളാണെന്ന് തോന്നുന്നു. വടംവലിയോ എന്തൊക്കെയോ നടക്കാം അവിടെ, പാട്ടൊക്കെ വെച്ചിട്ട്. ഞാനിവിടെ ഒരു ചൈനീസ് ഫിഷിംഗ് നെറ്റില് ഒരു ചേട്ടനുണ്ട്. ചൈനീസ് ഫിഷിംഗ് നെറ്റ് എവിടെ ഋഷി നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളത്? കളമക്കുടി പോയപ്പോഴല്ലേ? ഇവിടെ എത്ര ചൈനീസ് ഫിഷിംഗ് നെറ്റ് ഉണ്ട്? കൊറേ ഉണ്ടല്ലേ? അതിന്റെ പരിപാടി കണ്ടില്ലേ? നോക്കിയേ, കണ്ടോ? ആ ചേട്ടന് അത് താത്ത് കഴിയുമ്പോഴത്തേക്കിനും അതിനകത്ത് ആ വല കണ്ടില്ലേ? ആ വലക്കകത്ത് ഫിഷൊക്കെ പോയി കയറും. ചേട്ടന് താത്തിയ കണ്ടോ? ഇപ്പൊ ആ വല വെള്ളത്തിൽ പോയി മുങ്ങിയ കണ്ടോ?
ഇനി അത് അവിടെ കുറേ നേരം ഇടും. കുറേ നേരം ഇട്ട് കഴിയുമ്പോഴത്തേക്കിനും അതിനകത്ത് മീൻ വരും. മീൻ വന്ന് അതിനകത്ത് കിടന്ന് കഴിയുമ്പോഴത്തേക്കിനും വല ഇങ്ങോട്ട് പൊക്കും. അപ്പോൾ എന്ത് ചെയ്യും? ആ മീനിനെ നമുക്ക് കിട്ടും. എന്നിട്ട് ആ മീനിനെ എടുത്തിട്ട് കറി വെച്ച് മമ്മം ചെയ്യും. അതാണ് ഉച്ചയ്ക്ക് കഴിച്ചത്. മനസ്സിലായോ? ചേട്ടാ അപ്പനും അമ്മയും കൂടെ എന്തൊക്കെയോ കാര്യമായിട്ട് അവിടെ ഇരുന്ന് കഥയാ. അങ്ങ് ദൂരെ കാണുന്നതാണ് തണ്ണീർമുക്കം ബണ്ട്. നമ്മുടെ ദേശീയ ജലപാതയില്ലേ, ആ ദേശീയ ജലപാതയാണ് ശരിക്കും ഇതുള്ളത്. അതായത് ദേശീയ ജലപാതയിലൂടെയാണ് നമ്മൾ പോകുന്നത്. കൊല്ലം കോട്ടപ്പുറം ദേശീയ ജലപാത, ദേശീയ നാഷണൽ വാട്ടർ ഹൈവേ, അതാണ് സംഭവം. ആ വാട്ടർ ഹൈവേ ആണ് വാട്ടർവേ. സോറി, അതുണ്ട്. ഏത് മീനാ? കൂരിയാണ്. കൂരിയ. കരിമീൻ ഇല്ലാന്ന്. കരിമീനില്ല. കരിമീനൊക്കെ ഇപ്പൊ ആന്ധ്ര നാടാ വരുന്നത്. വരവല്ല. 1 2 3 4 5 6 7 8 9 10 കഴിഞ്ഞിട്ട് എനിക്കൊന്നുമില്ല. അത്ര ഫിഷിംഗ് നെറ്റേ ഉള്ളോ? അപ്പൊ ബാക്കി നീ ആരെണ്ണും? അയ്യോ എന്റെ ഭർത്താവ് തൊഴിയുന്നു ഗൈസ്. ഹായ്, വെണ്ണില ചന്ദ്രനെ ഇഷ്ടപ്പെട്ടോ? യു ലൈക്ക് ദ ബോട്ട് റൈഡ്? തുഴയണോ? തുഴഞ്ഞോ. വെയിറ്റ് ആണോ? അപ്പൊ എങ്ങനെ തുഴയുന്നേ? വെള്ളത്തിൽ കളയരുത്. ഇപ്പൊ പോയാലോ രണ്ടും കൂടെ ഇതെങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? ആണോ? കടമ്പക്കുഴി എവിടെ അറിയത്തില്ല ചേട്ടനാ? എന്താ ചേട്ടാ ഇത്? ജാക്കറ്റ് ഇടാം. ജാക്കറ്റ് ഇട്ടില്ലെങ്കിൽ ഇറങ്ങാൻ പറ്റില്ല, മുങ്ങി പോകും. ഗുഡ് ബോയ്സ്. അത് പറഞ്ഞത് അപ്പ ഫസ്റ്റ് കയറട്ടെ. അങ്ങനെ ഞങ്ങൾ ബോട്ടിങ് കഴിഞ്ഞു. പിന്നെ നമ്മുടെ കയാക്കിങ് കഴിഞ്ഞു. കയാക്കിങ് ഞാൻ ഒറ്റയ്ക്കും പോയി, ഋഷിയായിട്ടും പോയി ഗൈസ്. ഇപ്പൊ ധൈര്യമായോ ഋഷി നിനക്ക്? അവിടെ കിടന്ന് കറങ്ങും. അതൊക്കെ രാത്രി ആയപ്പോഴത്തേക്കും ഇവിടെ അമ്മയും മോനും കൂടെ സ്വിമ്മിംഗ് പൂളിലാണ്. കേട്ടില്ലേ? ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ നമ്മുടെ ഓണം സെലിബ്രേഷൻ ഡേ എത്തിയിരിക്കുകയാണ്. രാവിലെ എണീറ്റ് അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? ഓണമായിട്ട് അമ്പലത്തിൽ പോവാം. അപ്പൊ നമുക്ക് ആദ്യം അമ്പലത്തിൽ പോയിട്ട് വരാം. രാവിലെ അവിടെ ആമ്പലൊക്കെ കുറെ പൂക്കളൊക്കെ വിരിഞ്ഞു നിൽക്കുന്നതാണോ? അത് വല്ലാത്ത എണീറ്റ് വന്നപ്പോഴത്തേക്കിനും അവിടെ കുറെ ആമ്പൽ പൂക്കൾ ആ കുളത്തിൽ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന കാണുമ്പോഴത്തേക്കിനും ഭയങ്കര ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നു. സോ നമുക്ക് ആദ്യം അമ്പലത്തിൽ പോയിട്ട് വരാം. വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ. ഇന്ന് സദ്യയൊക്കെ ഉണ്ടാക്കണ്ടേ? സദ്യ ഉണ്ടാക്കുകയാണോ? സദ്യ നമുക്ക് ഇവിടെ ഉണ്ടാക്കി തരും കഴിച്ചു. നമ്മൾ സദ്യ ഉണ്ടാക്കുന്നില്ല, നമ്മൾ സദ്യ ഇവിടെ ഉണ്ടാക്കും. നമ്മൾ അത്തപ്പൂ ഇടണം. അതിന് മുമ്പ് നമുക്ക് പൂക്കളൊക്കെ എടുക്കണം. അമ്മ ഇവിടെ ചെമ്പരത്തിയൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. ഞാൻ പോകുന്ന വഴിക്ക് അവിടെ ഇവിടെയൊക്കെ നമുക്ക് പൂക്കളൊക്കെ നോക്കി വെക്കാം. എന്തൊക്കെയോ കവർണാത്ത് പ്രസാദമൊക്കെ കിട്ടി അമ്പലത്തിൽ പോയിട്ട്. അവൽ പ്രസാദമൊക്കെ കിട്ടി അമ്പലത്തിൽ വന്നിട്ട്. ഫുൾ കവറൊക്കെ ആയിട്ട് അതെ അവല്. ഋഷി എവിടെയാ? മണ്ണി കളിക്കാൻ പോയി. യെസ്, അപ്പോൾ രാവിലെ അമ്പലത്തിൽ പോയിട്ട് വന്നു. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പൂ സോഴ്സ് ചെയ്യാൻ വേണ്ടി പോകണം. പൂ സോഴ്സ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മൾ ഇവിടെ തന്നെ കുറേ പൂക്കളുണ്ട്. ഈ സ്ഥലത്തിൻ്റെ പേര് തന്നെ ഹിബിസ്കസ് വില്ല എന്നാണല്ലോ. അപ്പോൾ തന്നെ വി ഹാവ് ലോട്ട് ഓഫ് ഹിബിസ്കസ് ഹിയർ. ചെമ്പരത്തി
പിന്നെ നമുക്ക് ബാക്കി കടയിൽ പോയി വാങ്ങണം ഗൈസ്. അല്ലാതെ വേറെ വഴിയില്ലല്ലോ. പണ്ടൊക്കെ നമ്മൾ പൂക്കൾ അവിടെ നിന്നൊക്കെ എടുക്കുമായിരുന്നു, പക്ഷേ ഇപ്പം അതിനും മാത്രമുള്ള പൂക്കളൊന്നും സോഴ്സ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ആ ഒരു തനത് ട്രഡീഷൻ കാണിക്കാൻ വേണ്ടി വി ക്യാൻ സോഴ്സ്. അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് ചോദിക്കാം പൂ എടുത്തോട്ടെ എന്ന് അല്ലേ. പണ്ട് പൂ എടുക്കാൻ പോകുമ്പോൾ തെറി വിളിക്കുമായിരുന്നു ആൾക്കാർ, ഓർമ്മയുണ്ടോ? 6 രൂപ പൂ പൊട്ടിക്കുന്നതെന്നൊക്കെ ചോദിച്ചാണ്ട് വഴക്കുണ്ടാക്കി. ഇവിടെ കുറേ പൂക്കളൊക്കെ ഉണ്ട്. സോ വി ഡു ദാറ്റ് നൗ. ഋഷിയാണെന്ന് പൂ പറിക്കാൻ പോകുന്നത്. ഋഷിക്ക് ഇത് പുതിയൊരു അനുഭവമായിരിക്കും. ഞങ്ങളൊക്കെ കുഞ്ഞിലേന്ന് വെച്ചാൽ ഓണപരിപാടിക്ക് പൂ പറിക്കാൻ പോകും ഇല്ലേ? എന്തോരാണ് അനുഭവങ്ങളായിരിക്കും നമുക്ക് ആ ഒരു സമയത്ത് കിട്ടുന്നതെന്നറിയോ. ഇതിന്റെ പേര് ഹിബിസ്കസ് വില്ല എന്നല്ലേ. അപ്പൊ ഇവിടെ കൂടുതലും ഉള്ളത് നമുക്ക് ചെമ്പരത്തിയാണ്. അപ്പൊ കിട്ടാവുന്ന ചെമ്പരത്തി നമുക്ക് എടുക്കാം. പിന്നെ ബാക്കി നമുക്ക് പോയിട്ട് വാങ്ങിയിട്ട് വരാം. പൂ പറിക്കാം. പൂ പറിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? എന്നിട്ട് ഇങ്ങനെ വേണം പൂ പറിക്കാൻ, മനസ്സിലായോ? അല്ലാതെ ഇങ്ങനെ പിടിച്ച് വലിക്കരുത്. ബാബാ One, two, three, four, five, six, seven, eight, nine, 10, 11, 12, 13, 14, പൂ മാത്രം എടുക്കാം. പൂ മാത്രം 18, 19, 20. കുറച്ച് പൂക്കൾ നമുക്ക് കിട്ടി. നമുക്ക് ബാക്കി കുറച്ച് പൂക്കളും കൂടെ വേണം. അപ്പോൾ നിയർ ബൈ ഇവിടെ അടുത്ത് ചേർത്തലയിൽ പോയി കഴിഞ്ഞാൽ പൂക്കൾ കിട്ടുമെന്ന് അറിഞ്ഞു. അപ്പോൾ നമുക്ക് ചേർത്തലയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു 10-12 കിലോമീറ്റർ ഉണ്ട് ചേർത്തലയ്ക്ക് പോകാനായിട്ട്. കുമരകം അല്ലല്ലോ, തണ്ണീർമുക്കം കുമരകത്തുനിന്നൊക്കെ ചേർത്തലയ്ക്ക് പോകുന്ന ആ ഒരു വഴി. ഈ വണ്ടിയെ പറ്റി എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്നറിയോ? ഇതിന്റെ ഒരു ബോൾഡ് ഡിസൈൻ. അതായത് ഇത് ഫ്രണ്ടിൽ നോക്കുമ്പോഴത്തേക്കിനും ഇതിന്റെ ഒരു ഡിസൈൻ ഭയങ്കര ബോൾഡ് ലുക്കാണ്. പിന്നെ ആ ഒരു LED ലൈറ്റ്സ് ഭയങ്കര ഒരു ഭംഗി തരുന്നൊരു കാര്യമാണ്. റെഡ് എന്റെ ഒരു ഫേവറേറ്റ് കളറും കൂടിയാണ്. പിന്നെ 17 ഇഞ്ചിന്റെ അലോയ് വീൽസ് ഉള്ള വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം കുണ്ടും കുഴിയൊക്കെ ചാടിച്ചെടുത്തുകൊണ്ട് പോകാനും മോശമില്ലാത്ത രീതിയിൽ നമുക്കൊരു യാത്രാസുഖം കിട്ടുന്നുണ്ട്. നല്ല പെർഫോമൻസ് ആണ് ഇതിന്റെ. ഒരു 1.5 ലിറ്റർ ആ ഒരു പെട്രോൾ എഞ്ചിൻ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് നമുക്ക് തരുന്നത്. പിന്നെ ഇതിന്റെ ഓട്ടോമാറ്റിക് CVT ട്രാൻസ്മിഷൻ ഒക്കെ നല്ല സ്മൂത്ത് ആണ്. പിന്നെ അതേപോലെ തന്നെ റെസ്പോൺസീവ് ആണ്. ശരിക്കും ഇതൊരു ഫൺ ടു ഡ്രൈവ് എക്സ്പീരിയൻസ് തരുന്ന ഒരു കാറാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പിന്നെ ഇതിന്റെ സേഫ്റ്റിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ആക്ച്വലി ഹോണ്ട സെൻസിങ് അഡാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്നോളജി ഉണ്ട്. നമുക്ക് മുമ്പിലുള്ള ഒരു വണ്ടിയുമായിട്ട് ഒരു ഡിസ്റ്റൻസ് ഒക്കെ കീപ്പ് ചെയ്യാണ്ട് വരുമ്പോഴത്തേക്കിനും പെട്ടെന്നുള്ള ഒരു വാർണിംഗ് ഒക്കെ എനിക്ക് ഈ ഒരു ക്ലസ്റ്ററിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ 6 എയർ ബാഗ്സ് ഉണ്ട്. പിന്നെ ഇതിനൊരു ലെയിൻ വാച്ച് അസിസ്റ്റിംഗ് സിസ്റ്റം ഉണ്ട്. പിന്നെ മുമ്പിൽ തന്നെയുള്ള ആ ഒരു ലാർജ് ടച്ച് സ്ക്രീൻ, അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു നാവിഗേഷനും മറ്റുമൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡിസ്പ്ലേ തന്നെയാണ്. പിന്നെ ബാക്കിയുള്ള ഫീച്ചേഴ്സും ഫെസിലിറ്റീസും എല്ലാം നമ്മൾ ഓൾറെഡി കണ്ടതാണ്. നല്ല സ്പേഷ്യസ് ക്യാബിനാണ്. ഇതിന്റെ ബൂട്ട് സ്പേസ് ഒരു രക്ഷയില്ല. അടിപൊളി ബൂട്ട് സ്പേസ് ആണ്. ഭയങ്കര ഒരു ഫൺ ടു ഡ്രൈവ് ഒരു വണ്ടിയാണ്. അപ്പൊ നമ്മള് ചേർത്തല എത്തി. ചേർത്തല നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് എവിടെ പൂക്കടാണെന്ന് പറഞ്ഞത്. അത് പ്ലാസ്റ്റിക് പൂവാണല്ലോ. അതല്ല ഒറിജിനൽ പൂ ഇവിടെ കിട്ടും. കുറച്ചുകൂടി മുമ്പിൽ പോകോ കിട്ടും. അത്തപ്പൂടാനാ കുറച്ച് ബന്ദിപ്പൂവും പിന്നെ അങ്ങനെ കുറച്ച് പല പൂക്കളും. അത് മതി. അത്രയൊന്നും വേണ്ട. ഇച്ചിരി ആ പച്ച വെക്കണേ. പച്ച പിന്നെ ബട്ടൺ റോസ് ഉണ്ടോ? അതൊരു 100 മതിയോ? ചെറിയ ഒരെണ്ണം ഇട്ടാ മതി, വലിയതൊന്നും വേണ്ട. അത്തപ്പൂവിന്റെ കാര്യം വന്നപ്പോ എല്ലാവർക്കും മടിയായി. അത്തപ്പൂവിനാണ് വേണ്ടി. പണ്ടൊക്കെ ഭയങ്കര ശുഷ്കാന്തിയായിരുന്നു. അതെ. മാപ്പ് ഇടാമോ മാഡം? Now we need to go back 11 kilometers again. ഇതെന്താ സംഭവം അറിയോ ഋഷിക്ക്? കുരുത്തോല എന്ന് പറയും. എന്താണ് കുരുത്തോല എന്ന് പറയും? ഞങ്ങളിവിടെ കുരുത്തോലയൊക്കെ ഇട്ട് സെറ്റാക്കി നമുക്കൊരു ഓണം വൈബൊക്കെ കിട്ടണ്ടേ, ഒരു ചെറിയൊരു വൈബ് കിട്ടണ്ടേ. സോ വി മേക്ക് സം കുരുത്തോല ഹിയർ. അപ്പന്റെ ഒക്കെ ചെറുപ്പത്തിൽ നിങ്ങള് പൂക്കൾ ഇടുവായിരുന്നു. എവിടെന്ന് പൂ എടുക്കും? എനിക്ക് അവിടെ നമ്മളെ വീട്ടിൽ നിന്നൊക്കെ പണ്ട് പൂ പറിക്കാൻ പൊട്ടിച്ചോണ്ട് പോവായിരുന്നു ആൾക്കാര്.
ചോദിക്കാതൊക്കെ ആരെങ്കിലും എടുക്കുന്നത് അമ്മ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുക. അന്ന് എല്ലാ വീടുകളിലും പൂവില്ലാത്ത വീടുകളില്ല. അന്ന് പൂക്കടയൊന്നും ഇല്ല. അന്ന് പൂക്കടയേ ഉള്ളു. അന്ന് പൂ മാത്രമേ വാങ്ങാൻ കിട്ടുള്ളൂ, വേറെ കിട്ടില്ല. അല്ല, അന്ന് നമ്മൾ ഇതുപോലെ പറമ്പിൽ നിന്നൊക്കെ എടുത്ത് സ്കൂളിലാണേലും സാരിയും മുണ്ടും ഒക്കെ ഉടുത്തിട്ട് വന്നിട്ട് ഇവിടെ കുനിഞ്ഞിരുന്ന് ഇങ്ങനെ ചെയ്യാൻ ഒരു മടി. മടിയല്ല, ചെയ്യാൻ പറ്റിയല്ല. അത് മാത്രമല്ല, ആ ഡ്രസ്സിലെല്ലാം ചീത്തയാവും ഫുള്ള്. പിന്നെ ഫോട്ടോ എടുക്കുക. ഇത് റഷി ഇവിടെ ഇട്ട് ഇങ്ങനെ ഇട് അവിടെ നിന്ന് പൂ എടുത്തിട്ട് ഇങ്ങനെ ഇട് കേട്ടോ. ഇനി ഈ യെല്ലോ പൂ എടുത്തിട്ട് ഇതിനകത്ത് ഇടണം. ഇതിനകത്ത് ഇവിടെ കണ്ടോ, ഈ ഒരു ഭാഗം കണ്ടോ ആ യെല്ലോ പൂ എടുത്തിട്ട് ഇതിനകത്ത് ഇടണം. ഈ യെല്ലോ പൂ എടുത്തിട്ട് ഒരു കൈ വലത് കൈ കൊണ്ട് എടുക്കുക. ഇവിടെ വെക്ക്, അവിടെ വെക്ക്. ആ, അപ്പം അവിടെ അറേഞ്ച് ചെയ്തോളാം. നീ ആ പൂ എടുത്ത് ഇങ്ങോട്ട് ഇട്ടോ. പൂ എടുത്തോണ്ട് വാ. ആ, യെല്ലോ പൂ ബന്ദിപ്പൂ എന്ന് പറയാൻ. എന്ത് പോവാ? ബന്ദിപ്പൂ. ഇനി നമ്മൾ സ്വന്തം ഡിസൈനാണ് കംപ്ലീറ്റ്. കാരണം നമ്മൾ വരപ്പും പരിപാടി എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ ബാക്കി നമ്മളിങ്ങനെ സ്വന്തമായിട്ട് നമ്മളിങ്ങനെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഉള്ള പൂ അനുസരിച്ച് നമ്മൾ ചെയ്യും. ഇപ്പം സെറ്റായില്ലേ? ഇപ്പം സെറ്റ് ആയിക്കൊണ്ടിരിക്കുവാ അപ്പാ. അങ്ങനെ ഞങ്ങള് അത്തപ്പൂ എല്ലാം ഇട്ട് കഴിഞ്ഞ് പോയിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നു. സുധീഷ് സാർ അവർ കോസ്റ്റ്യൂമിലുണ്ടല്ലേ, അച്ഛനും മോനും സെയിം ആണ് കേസ്. കണ്ടോ, ഞാനിക്കും ഋഷിക്കും ഞങ്ങൾ സെയിം. ഇവിടെ അമ്മായിമ്മ മരുമോള് ഏകദേശം ഒരേപോലത്തെ ഇട്ടിട്ടുണ്ട്. അപ്പൻ ആദ്യമായിട്ടാണ് കുർത്ത ഇടുന്നത്. അതിന്റെ എങ്ങനെയുണ്ട് കുർത്ത? എനിക്ക് കുർത്തയൊന്നും വേണ്ട, ഞാൻ കുർത്തയൊന്നും എടുത്തില്ല എന്ന് പറഞ്ഞ ആളാണ്. ഇപ്പൊ കുർത്തയൊക്കെ ഇട്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഗംഭീര ഫോട്ടോഷൂട്ടായിരുന്നു. ഇവിടെ 1 മണിക്കൂർ ഇത് കഴിഞ്ഞിട്ട് ഫോട്ടോഷൂട്ടായിരുന്നു കേസ്. ആ 1 മണിക്കൂറിനിടയ്ക്ക് അത്തപ്പൂ എല്ലാം ഈ പറഞ്ഞ പോലെ പൂവെല്ലാം വാടി പോവുകയും ചെയ്തു. നമ്മുടെ ഓണത്തപ്പനെ കൊണ്ടുവന്ന ഓണത്തപ്പനെ നമുക്ക് ഇവിടെ ഇത് തടിയാണല്ലേ ബേസിക്കലി, കല്ല് മറ്റേ ഇഷ്ടികട ഇതുപോലത്തെ അങ്ങനെ ഉണ്ടാകുന്നേ. അപ്പൊ ഓണത്തപ്പനെ പൂക്കളത്തിന്റെ നടുവിലോട്ട് അപ്പം തന്നെ വെച്ചോട്ടെ. അപ്പൊ അത് വെച്ചോളൂ. പിന്നെ വേറെന്താ, ഗംഭീര ഫോട്ടോഷൂട്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോൺ വെച്ചും അല്ലാതെയും മൊത്തത്തിൽ ഇവിടെ ആളാം വീതം ഫോട്ടോഷൂട്ടായിരുന്നു. ഓണം ആകുമ്പോഴത്തേക്കിന് ഇത്രയും കഷ്ടപ്പെട്ട് കാശും കൊടുത്ത് ഡ്രസ്സും വാങ്ങി ഇതെല്ലാം കൂടെ ചെയ്യുമ്പോഴത്തേക്കിനും അത് ഫോട്ടോ എടുക്കണ്ടേ അല്ലേ? യെസ്. അപ്പൊ ഇവിടെ നമ്മുടെ കുരുളച്ചേട്ടനും മോനും കൂടെ ഇവിടെ സദ്യ പ്രിപ്പയർ ചെയ്ത് റെഡിയാക്കി ഇവിടെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മൾ ഇവിടെ തന്നെ ഇരുന്ന് സദ്യ കഴിക്കും. എല്ലാവർക്കും ഇലയിൽ കുറേ സാധനങ്ങളുണ്ട് ഗൈസ്. ഇതെല്ലാം കൂടെ ചേർത്ത് വി ആർ ഗോയിങ് ടു ഹാവ് ഓണസദ്യ. ഉപ്പേരി, ചക്കരവരട്ടി, ഉപ്പ്, അച്ചാറ്, പഴമോ? ഏതാ പഴം? ഓ, ഇത് പഴം. അച്ചാറ്, ഇത് പച്ചടി, ബീട്രൂട്ട് പച്ചടി, അത് പൈനാപ്പിൾ കിച്ചടി ആയിരിക്കും. ഇത് അത് മറ്റേ തോരൻ, അവിയല്, പപ്പടം. ചോറെവിടെ? കുരുവിളച്ചേട്ടാ ചോറെവിടെ? അങ്ങനെ ഓണസദ്യ കഴിക്കുന്ന എല്ലാവർക്കും ഓണാശംസകൾ. ഞങ്ങളിപ്പോൾ ഓണസദ്യ കഴിക്കാൻ വേണ്ടി പോവാണ്. സോ ദിസ് ഈസ് അവർ ഓണസദ്യ ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് അവർ ഓണപ്പൂക്കളം ആൻഡ് നമ്മളുടെ വീട്, സ്വിമ്മിംഗ് പൂൾ, നല്ലൊരു ആംബിയൻസ്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ചെറിയ ഹാപ്പി ഓണം സെലിബ്രേഷൻ?
യെസ്, അപ്പൊ ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ ഞങ്ങൾ ഇവിടെ ഓണം സെലിബ്രേറ്റ് ചെയ്തു. ബട്ട് വി മിസ് യു അബി. അപ്പപ്പ ഇല്ലായിരുന്നു, അപ്പപ്പ യാത്രയിലാണ്, അതുകൊണ്ട് അബി ഇല്ലായിരുന്നു. ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ ഞങ്ങൾ ഒരു ചെറിയ സദ്യയൊക്കെ കഴിച്ച് അത്തപ്പൂവൊക്കെ ഇട്ട് ഞങ്ങളൊരു ചെറിയ ഒരു ഓണം സെലിബ്രേഷൻ. അപ്പൊ നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയൊക്കെ ആയിട്ട് ഓണം സെലിബ്രേറ്റ് ചെയ്യുക. എല്ലാവരും സുരക്ഷിതരായിട്ടിരിക്കുക. അപ്പൊ എല്ലാ ആളുകൾക്കും ഞങ്ങളുടെ ഹാപ്പി ഓണം ഓണാശംസകൾ നേരുന്നു. എല്ലാവരും ഓണം ആസ്വദിക്കുക. എൻജോയ്. ബൈ.